ഒരു ഗജസമ്പത്ത് കൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കാട്ടാനയാണെങ്കിലും നാട്ടാനയാണ് എങ്കിലും. കാരണം ആന എന്ന ആ ഒരു വലിയ ജീവിയെ നമുക്ക് നഷ്ടമാകുമ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഗജസമ്പത്തിലാണ് കുറവ് വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വെറ്റിനറി ഡോക്ടറും ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ച വെറ്റിനറി ഡോക്ടർ ടീമും ഒപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമാണ്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഈശ്വരൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ നാട്ടാനകളുടെ സംരക്ഷണ മേഖലയിൽ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഈശ്വരൻ ഡോക്ടർ. ആ ഒരു അറിവ് വച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ മയക്കുവെടിയുടെ കാഠിന്യമോ അല്ലെങ്കിൽ മയക്കുവെടിയുടെ ഡോസ് കൂടുതൽ കൊണ്ടോ ആയിരിക്കാൻ വഴിയില്ല ആ മരണത്തിലേക്ക് വഴിതെളിച്ചത്. അതിനുണ്ടായിരുന്ന രോഗം TB ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുമാനത്തിൽ നിന്ന് പറഞ്ഞത്. നമുക്ക് ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് കാട്ടാനകളിലാണെങ്കിലും നാട്ടാനകളിലാണെങ്കിലും ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങളെ അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന രോഗ അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിനെ പ്രതിവിധി കണ്ടെത്തുവാനും ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. ഒരു നാട്ടാന ചെരിഞ്ഞാൽ അതിന് നാട്ടാനയുടെ ഉടമസ്ഥനെയും അതിൻ്റെ പാപ്പാനെയും അതിന് ചുറ്റും നിൽക്കുന്ന അതിനോട് സ്നേഹിച്ചു നിൽക്കുന്നവരെയും എങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയും, അല്ലെങ്കിൽ അവരെ എങ്ങനെ ക്രൂശിക്കുവാൻ കഴിയും എന്നതാണ് ഇന്നത്തെ ഒരു വിഭാഗം ആന പ്രേമികൾ അല്ലെങ്കിൽ ആന മേഖലയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ തയ്യാറാകുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന ചില സോഷ്യൽ മീഡിയകളിലെ ആൾക്കാരുമുണ്ട്. മറിച്ച് ആ ആനകൾക്ക് ഉണ്ടാവുന്ന രോഗാവസ്ഥയെക്കുറിച്ച് അത് നേരിടുന്ന രോഗപ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുവാനും അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യുവാനും ഇന്ന് കേരളത്തിലെ യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങളില്ല. മനുഷ്യരെ ചികിത്സിക്കുന്നതിന് കേരളത്തിൽ ആയിരക്കണക്കിന് ആശുപത്രികളുണ്ട്. ഒരുപക്ഷെ എയിംസ് മാത്രമാണ് കേരളത്തിലില്ലാത്തത്. പക്ഷേ എയിംസിനെ വെല്ലുന്ന തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ കേരളത്തിലുണ്ട്. പക്ഷേ ആനയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികളുടെ കൃത്യമായ ചികിത്സയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു മൃഗാശുപത്രി ഇന്ന് കേരളത്തിൽ ഒരിടത്തുമില്ല. അത് ആനകളായിക്കോട്ടെ, മറ്റു നമ്മളുടെ വളർത്തു മൃഗങ്ങളായിക്കോട്ടെ, ഇതിനെ ഒന്നും ചികിത്സിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ, ചികിത്സാ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകൾ കേരളത്തിലില്ല. അപ്പോഴാണ് നമുക്ക് പഴയകാല ആയുർവേദവും പഴയ കാലത്തിലുണ്ടായിരുന്ന ചികിത്സാവിധികളും നാട് ഒറ്റമൂലികളും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നൂതനമായ വൈദ്യശാസ്ത്രത്തിൻ്റെ സംവിധാനങ്ങൾ, ഇപ്പോൾ സ്കാനിങ് പോലുള്ള, എക്സ്റേ മെഷീൻ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അത്തരം സംവിധാനങ്ങൾ കേരളത്തിൽ ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ആ ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോ സാധിച്ചിട്ടില്ല എന്നത് ഒരു വലിയ കുറവ് തന്നെയാണ്. ആ കുറവ് നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അരിക്കൊമ്പൻ വിഷയത്തിൽ ഈ വിഷയം നമ്മൾ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അരിക്കൊമ്പൻ എന്ന ആരോഗ്യ ദൃഢഗാത്രനായ ആനയായിരുന്നത് കൊണ്ടാണ് അത്രമാത്രം വെടി ഏൽക്കുവാനും മയക്ക് വെടി ഏൽക്കുവാനും അതിനെ അത്തരത്തിൽ കൊണ്ടുപോയി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കയറ്റി അയക്കുവാൻ എന്ന തരത്തിലേക്ക് എത്തിച്ചപ്പോഴും അത് ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നത് അതിൻ്റെ ആരോഗ്യം കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഈ ഇന്നലെ ചെരിഞ്ഞ ആ സഖ്യപുത്രന് അതിനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് മറ്റ് രോഗങ്ങളാൽ അലട്ടപ്പെട്ടിരുന്നു എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നില്ല എങ്കിൽ അത് ഞാനും നമ്മളടങ്ങുന്ന ഈ സമൂഹം എല്ലാം മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.